ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഒരു വലിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഒന്നുമില്ല, കുറച്ച് മടി പിടിച്ച്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയി, സെം എക്സാം. അപ്പം പിന്നെ അതിൻ്റെ പഠിത്തം കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ കാര്യമായിട്ട് ഇനി മടി പിടിച്ചത് തന്നെ എൻ്റെ ഇടയിൽ ഡെങ്കു വന്നായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ വീഡിയോസൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഇനി മാക്സിമം ചെയ്യാൻ നോക്കണം. പിന്നെ ഇപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇപ്പം എണീറ്റേ ഉള്ളൂ. സമയം ഇപ്പം 11 മണി 11:30 ആയിട്ടുണ്ടാവും. കാരണം എക്സാമൊക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്നതിനെ കൊണ്ടൊക്കെ തന്നെ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ആകെ 2 എക്സാമും കൂടെ ഉള്ളൂ. ഒന്ന് EVSും പിന്നെ ലാംഗ്വേജും. അത് പിന്നെ വലിയ സീൻ ഇല്ലാത്തതിനെ കൊണ്ടാണ് തോന്നുന്നത് കുറേ ഇങ്ങനെ ഉറങ്ങിപ്പോൾ എണീക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ബെഡിൽ നിന്ന്. അപ്പം ഞാൻ എണീറ്റ് അപ്പം ആദ്യം തന്നെ ഇപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെങ്കു വന്നതിൻ്റെ ശേഷം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ റൂട്ടിൽ നിന്ന് മുടി വരിക, പൊട്ടിപ്പോവല്ല, റൂട്ടിൽ നിന്ന് മുടി വരിക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഡെങ്കു വന്നിട്ട് എന്താണ് കഴിയുമ്പം 2 months ഇങ്ങനെ ഒരു ഷെഡിങ് സ്റ്റേജ് ഉണ്ടാവും എന്ന്. അപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഒരു സിറം ഉണ്ട് ഫസ്റ്റ്, പിന്നെ 2 ടാബ്ലറ്റ്സ്, വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലറ്റും പിന്നെ വേറൊരു ഹെയർ സപ്ലിമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഹെയർ ഗ്രോത്ത് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഗൈസ്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പം നമുക്ക് സിറം അപ്ലൈ ചെയ്യണം ഗൈസ്. ഈ ബാക്കിലുള്ള മെസ്സും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഹോസ്റ്റലാണല്ലോ, പിന്നെ ഞാനാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വൃത്തി പ്രതീക്ഷിച്ചാൽ മതി ഗൈസ്. ഇതാണ് സിറം വന്നിട്ട്, എന്താ എൻ്റെ പേര്, ക്യൂസെറ അങ്ങനെ എന്തോ പേര് വരുന്നത്. 1650 റുപ്പീസാണ് ഗൈസ്. നല്ല ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ 3300 അടുത്ത് മെഡിസിന് പ്രൈസായി. എന്ത് റിച്ച് ആണല്ലേ, വല്ല ഡെർമറ്റോളജിസ്റ്റ് ആയാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് ഇത് ഒന്ന് തലയിൽ സ്പ്രേ ചെയ്യാം. അവരിങ്ങനെ പറഞ്ഞാൽ ഹാഫ് ആക്കിയിട്ട് വെച്ചിട്ട് സ്പ്രേ ചെയ്യാനാണ് 2 സൈഡും വെച്ചിട്ട്. സോ ലെറ്റ് മീ ഡു ദാറ്റ് ഗൈസ്. വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മുടി പോകുന്ന പോക്കണ്ട് വിചാരിച്ച് ഞാൻ അധികം വൈകാതെ തന്നെ ഒരു മൊട്ടച്ചി വല്ല ആവുന്നു. അങ്ങനെ പേടിച്ചിട്ട് ലൈക്ക് ഇവിടുത്തെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച ബാംഗ്ലൂരത്തെ. എനിക്കറിയില്ല മാറ്റം ഉണ്ടാവില്ല എന്നൊന്നും. എൻ്റെ PGത്തെ ഓണർ, PGത്തെ ആൻറ്റീൻ്റെ മോള് ലൈക്ക് അവിടെ കാണിച്ചു. ആൻഡ് ലൈക്ക് ഷീ സെഡ് നല്ല ഡോക്ടറാണെന്ന്. അപ്പം അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അവിടെ പോയി കാണിച്ചത്. നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്, മുടീൻ്റെ ഉള്ളൊക്കെ പോയി ഗൈസ്. കണ്ടോ ഇവിടെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ പറഞ്ഞു ലൈക്ക് ഈ സ്റ്റേജിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം ഗൈസ്. അപ്പം ഒരു എക്സസൈസ് ചെയ്യണം ഇനി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ഹെയർ സിറമൊക്കെ തേച്ചു. ഞാൻ ഒരു സാധനം കാണിച്ചുതരാതെ. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ഇവിടെ PGൻ്റെ ഓപ്പോസിറ്റുള്ള മദ്രസയാണ്. അതായത് ഇതാണ് ഗൈസ് സോളദേവനാളി. അവിടെ എൻ്റെ ആചാര്യ കോളേജ് ഉണ്ട്. ആ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഉണ്ട് ഗൈസ്, അതെൻ്റെ കോളേജാണ്. അപ്പം ഞാൻ ഇതെന്താ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പിള്ളേരുണ്ട്, ചെറിയ മക്കളാണ്. രാവിലെ എണീറ്റിട്ട് അവരെന്താ പറയുക, അവരുടെ തുണി കഴുകുന്നതും കാര്യങ്ങളൊക്കെ കാണണം ഗൈസ്. ഇങ്ങനെ ഞാൻ വരുന്ന ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ എണീക്കാറൊന്നുമില്ല. ആ പിള്ളേർ ഒരു 4:35 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് തുണി കഴുകിയിടും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് ഗൈസ്. അപ്പം ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊന്നും അല്ല, ബ്രഞ്ചും അല്ല, അതൊക്കെ കഴിഞ്ഞ് ലഞ്ചാക്കേണ്ടി വരും ഇത്. അപ്പം കഴിക്കാം ഗൈസ്. ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചാൽ ഞാൻ ചിയാസി പുഡിംഗ് ആണ് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചത്. അത് പാലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബനാന എടുക്കണം. ബനാന ഓക്കെ, ബനാന എടുത്തു. പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ട്, അതും എടുക്കാം. ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി വരെ. ഇത് അങ്ങനെയല്ല ഗൈസ്, നല്ല ജെല്ലി കൺസിസ്റ്റൻസി ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മറ്റേ റോബസ്റ്റ് അല്ലോ, ചെറുതായിട്ട് പഴം ഇതായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പണ്ടത്തെ ഞാനായിരുന്നു ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം അതിനെക്കൊണ്ടും വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവന്ന് തരാൻ ഇല്ലാത്തതിനെ കൊണ്ടും നമ്മളിത് കഴിച്ചേ പറ്റുള്ളൂ ഗൈസ്.
നോക്കിക്കേ ഇങ്ങനെയത്. ഈ പഴം ഞാൻ കഴിക്കാറില്ല ഗൈസ്. ആക്ച്വലി പക്ഷെ അത് ഈ പഴമല്ല, നമ്മൾ മറ്റേ പഴം നേന്ത്രപ്പഴം, അതെനിക്കെപ്പോഴും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എനിക്ക് റോബസ്റ്റ ഇഷ്ടമാണ്. പിന്നെ എന്താ ആണിപ്പൂവനോ കുഞ്ഞി പഴം, ആ പഴം എനിക്കിഷ്ടമാണ്. മൈസൂർ പഴമോ അതെനിക്കിഷ്ടമല്ല, തടിയും കൊണ്ടും അത്, അതുകൊണ്ട് എനിക്ക് അതിന് ഇഷ്ടമല്ല ഗൈസ്. അപ്പം നമ്മളൊരു ബനാന മുറിച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേപ്സ് ഇടാം ഗൈസ്. 1 2 3 4 ഇത് കഴുകി വരട്ടെ ഗൈസ് ഞാൻ. ഓക്കെ, 4 ഗ്രേപ്സ് ഇട്ടു ഗൈസ്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സും ഒരു ഡേറ്റ്സിൻ്റെ ചെറിയ ഒരു ഡേറ്റും ഇടണം. പിന്നെ കുറച്ച് ഹണിയും കൂടെ ഒഴിക്കണം ഗൈസ്. ആൻഡ് ഞാനിതിൽ ഇന്നലെ രാത്രി ഇട്ടപ്പോൾ ഇത്തിരി വാനില എസൻസും കൂടെ ചേർത്തായിരുന്നു, അപ്പം ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഓക്കെ, അപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ മേലെയാണ്. ഇനി നമുക്ക് മേലത്തേക്ക് പോവാം. ഫ്രിഡ്ജ് അടയ്ക്കാൻ മറന്നു. അപ്പോൾ ഇതാ ഗൈസ്, ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ചെറുതാക്കി ഇങ്ങനെ പീസാക്കി മുറിച്ചതിടാം. വരുന്നില്ല അത്. പോ. ഞാൻ അധികം കോൺഫ്ലെക്സ് ഒന്നും ഇടുന്നില്ല ഗൈസ്, വളരെ കുറച്ച് കോൺഫ്ലെക്സ് ഇടുന്നുള്ളൂ. ഇനി നമ്മളിതിന് മിക്സ് ഉമ്മട്ടിക്ക മിക്സ്. ഈ ഒരു പാട്ട് എന്തായിരുന്നു അതിൻ്റെ ഫുൾ നെയിം എന്നൊക്കെ ഫുൾ പാട്ട് എനിക്ക് മറന്നുപോയി. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഹണിയും കൂടെ ഒഴിക്കണം ഗൈസ്. കുറച്ച് ഹണി കൊടുക്കണം ഗൈസ്. ഈ സാധനമാണ്. ഓക്കെ, ഇത്ര ഹണി മതി. എല്ലാം നമുക്ക് കുറച്ചിന് മതി. കാരണം ഹണിയൊക്കെ കൂടി ഇനി മധുരം വന്ന് ലാസ്റ്റ് ഷുഗർ വന്ന് എനിക്ക് വയ്യ. അല്ലെങ്കിലും ഇപ്പോൾ പ്രശ്നം വെയിറ്റ് കുറയ്ക്കണം ഗൈസ്. അവിടെ വന്നതിന് ശേഷം വെയിറ്റും കൂടി. എല്ലാവരും ബാംഗ്ലൂർ വന്ന് ഫുഡ് കിട്ടാതെ പട്ടിണി ചെയ്യുക, എന്നിട്ട് വെയിറ്റ് കുറയായ. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരും വെയിറ്റ് കൂടുകയാണ് ചെയ്തത് ഗൈസ്. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഒരാൾ ഹെലൻ ഹനിയ, അവള് വരുമ്പോൾ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പം അവളെ അല്ല, വേറെ ആളാണ്. ഞങ്ങൾക്ക് ഒന്നാമത് ഇവിടെ ഭയങ്കര കുറേ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും കേരള ഫുഡ് ഇഷ്ടമാതിരി കിട്ടുന്നതിനെ കൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. ഒരു സമയത്ത് എപ്പോഴും പുറത്തുനിന്നായിരുന്നു. ഇനി അതൊക്കെ കുറയ്ക്കണം. ഇനി ഹെൽത്ത് കോൺഷ്യസ് ആവണം ഗൈസ്. എക്സസൈസും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ പറ്റിയില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരം ഞാൻ ചെയ്തിരിക്കും ഗൈസ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കോൺഫ്ലേക്സും പിന്നെ ഡേറ്റ്സും എല്ലാം കൂടെയൊക്കെ ആയിട്ട്. ഓക്കെ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഒന്നാമത് എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം മധുരവും ഇല്ല, നല്ല ഹെൽത്തിയാണ്. ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഗൈസ്. കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വിശക്കുകയേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാറ് വിശന്നിട്ടല്ല ഗൈസ്, വെറുതെ ഒക്കെ ഇങ്ങനെ തിന്നാൻ തോന്നും. ക്രേവിങ്സാണ് കൂടുതൽ എനിക്ക് വിശപ്പിനെക്കാട്ടും. കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. EVS എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതൊക്കെ എന്തിനാണ് ഞങ്ങൾക്കൊന്നും എനിക്കറിയാൻ പാടില്ല. അക്കൗണ്ട്സും എൻവിയോൺമെൻറ്റും തമ്മിൽ എന്താ ബന്ധം എന്തോ. അതെൻ്റെ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ്. അത് ഞാൻ മിക്കവാറും മൂഞ്ചും ഗൈസ്. നമ്മൾ +2 പഠിക്കുമ്പോൾ സംസ്കൃതം നമുക്ക് ഏതിൽ വേണമെങ്കിലും എഴുതാം. ലൈക്ക് ഇംഗ്ലീഷോ മലയാളത്തിലോ ഒക്കെ എഴുതാമല്ലോ. ഇവിടെ സെയിം തന്നെയാണ്. നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, അല്ലെ കന്നഡയിൽ എഴുതാം. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഇല്ല സംസ്കൃതത്തിന്. നമ്മൾ സെൽഫ് സ്റ്റഡിയാണ്. സിലബസ് എടുത്ത് നമ്മൾ നോക്കി നമ്മൾ സ്വന്തം പഠിക്കണം ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻസ്. ഇപ്പോൾ എല്ലാ കഥൻ്റെ ട്രാൻസ്ലേഷൻസ് എനിക്കറിയാം. പക്ഷേ ഒരു സാധനം തന്നാൽ ലൈക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ അത് വായിച്ചിട്ട് എവിടെ ഏത് ട്രാൻസ്ലേഷൻ ആണെന്ന് എനിക്കറിയില്ല ഗൈസ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ടീച്ചേഴ്സ് കറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നെ ഇന്നതിൻ്റെ ക്വസ്റ്റ്യൻ്റെ മീനിങ്സ് ആണ് വരിക അങ്ങനെയൊക്കെ.
അപ്പോൾ ഇത് മിക്കവാറും എനിക്കറിയില്ല എന്താവുന്നു. ബാക്കി എക്സാമൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഗൈസ്, എല്ലാം ഓക്കെ ആയിരുന്നു, നല്ലോണം പഠിച്ചായിരുന്നു, അതുകൊണ്ട് ഒരു സീനുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എത്തുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോവാണ്. ഇപ്പം സമയം 5:30 ഞാൻ യൂട്യൂബിലൊരു എക്സസൈസ് നോക്കി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സിൻ്റെ ഒക്കെ അത്രയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു 15 മിനിറ്റൊക്കെ മാക്സിമം നോക്കുക ഗൈസ്. സ്റ്റാർട്ടിങ് അല്ലേ, കുറേ കാലമായി ശരീരമൊക്കെ അനങ്ങിയിട്ട്. അപ്പം ലെറ്റ്സ് ഡു ദ എക്സസൈസ്. നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എക്സസൈസ്. സക്സസ്ഫുള്ളി ഒന്നുമല്ല, അങ്ങനെ കുറേ നേരമൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഗൈസ്. പക്ഷെ ഞാൻ വേർത്തു, കണ്ടോ നിങ്ങൾ, ഇതാ ഇവിടെയൊക്കെ വേർപ്പുണ്ട്. സോ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ വേറെ കാര്യം കണ്ടു ഗൈസ്, എനിക്ക് പൊട്ട് പോലെ ബൾബ് പോലത്തെ ഒരു കുരു വന്നിട്ടുണ്ട് ഗൈസ്. സൺകിസ്റ്റ് നല്ല രസമില്ല കാണാൻ. ഇവിടെ ഈ നേരത്തെ സൺലൈറ്റ് അടിപൊളിയാണ്. പിന്നെ സ്കൈ ഇവിടുത്തെ അടിപൊളിയാണ്, നല്ല സ്കൈ ആണ് ഗൈസ്. അപ്പം ഞാൻ എക്സസൈസ് കഴിഞ്ഞ് ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ടൊരു മറ്റേ കാബൂളിക്കടലയില്ലേ, വൈറ്റ്, അത് വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അതും ക്യുക്കമ്പറും ഓനിയനും ടൊമാറ്റോസും എല്ലാം കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാം ഗൈസ്. അപ്പം ലെറ്റ്സ് ഗോ മേക്ക് ഇറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കുതിർക്കാൻ വെച്ച വൈറ്റ്, പിന്നെ ഒരു ക്യുക്കമ്പർ, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ ഫുള്ള് ക്യാപ്സിക്കം വേണ്ട, ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സോസ്, പിന്നെ നമ്മുടെ മുളക്, പച്ചമുളക്, പിന്നെ സോയാ സോസ്, പിന്നെ മയണൈസും ചേർക്കുന്ന ഹെൽത്തി അല്ല, പക്ഷേ നമുക്ക് കുറച്ച് അൺഹെൽത്തി ആക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഗൈസ് നമുക്കൊരു കുക്കർ എടുക്കാം. ഇവിടെ ഇത്രയും വലിയ കുക്കറാണുള്ളത്, അതുകൊണ്ടാണ് ഇതെടുത്തത്. എന്നിട്ട് നമുക്ക് എന്താ പറയുക, കടല ഇത് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ഇത് വേവിക്കാൻ വയ്ക്കണം. ആവശ്യത്തിന് ഉപ്പും വേറെ ഒന്നും ഇടല്ലേ, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കാം ഗൈസ്. അപ്പം കുക്കർ ഞാൻ വിസിൽ വരാൻ വേണ്ടി വെച്ചു ഗൈസ്. മീൻവൈൽ നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ അരിയാം. ആക്ച്വലി ഇതിന് ഉള്ളിയും കൂടെ വേണം, പക്ഷേ ഉള്ളി ഇവിടെ ഇല്ലാത്തത് കൊണ്ടും എനിക്കിപ്പോൾ പോയി വാങ്ങിക്കാനുള്ള മടി കൊണ്ടും പിന്നെ ബ്ലിങ്കിറ്റിൽ ഉള്ളി ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവിടുത്തെ പിള്ളേരുടെ കൂടെ ഉള്ളിഞ്ഞ് നോക്കുന്നു. ഓക്കെ, അപ്പം ഉള്ളി ആണെങ്കിൽ എന്താ പറയുക, ബ്ലിങ്കിറ്റിൽ ഉള്ളി മാത്രം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണ് ഗൈസ്, ഡെലിവറി ചാർജും കൊടുക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു ഹാഫ് ടൊമാറ്റോ മതി, കാരണം എനിക്കിഷ്ടമല്ല ഇങ്ങനെ എന്താ പറയുക വേവിക്കാത്ത ടൊമാറ്റോ കടിക്കാൻ കിട്ടുന്നത്. അതായത് സാലഡിൻ്റെ കൂടെയൊക്കെ കടിക്കുമ്പോൾ കഴിക്കാൻ കിട്ടുന്നത്, അല്ലാതെ ഞാൻ വെറുതെ ഒക്കെ പച്ച ടൊമാറ്റോ ഒക്കെ കഴിക്കും. അപ്പം ഇത് ഇങ്ങനെ ആക്കിയ സ്ഥിതിക്ക് ഒരു ഹാഫ് ബാക്കിയുണ്ട്, നമുക്ക് തിന്നാം ഗൈസ്. ടൊമാറ്റോ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണല്ലോ. ഞാൻ പച്ചമുളക് കഴിയാം, എനിക്ക് അത്യാവശ്യം എരിവാണ്, അതുകൊണ്ട് ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നല്ല ചൂട് കടല പിഴിഞ്ഞത് റെഡിയായി. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ ഉണ്ട്, ഇത് തിന്നു കഴിഞ്ഞാൽ അത് മാത്രം മതി തോന്നും. അങ്ങനെ വെജിറ്റബിൾസ് ഇട്ടാം. ഇനി കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും, കുരുമുളകില്ല ഗൈസ് ഇവിടെ, അപ്പം മുളക് പൊടി ഇടാം. പിന്നെ ചാറ്റ് മസാല ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഗൈസ് കുറച്ച് മട്ടൻ മസാല എടുക്കണം. അറിയില്ല അത് ലാസ്റ്റ് എന്താവുന്നത്. ഓക്കെ ഗൈസ്,
ഇനി നമുക്ക് കുറച്ച് മയണൈസ് ഹെൽത്തി അല്ല, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ അൺഹെൽത്തി ആയിട്ട് കഴിക്കാം. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അപ്പം കുറച്ച് അൺഹെൽത്തി ആയാലും പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സാലഡ്. ഗൈസ് ഇതാണ് ഞങ്ങൾ രാത്രിത്തെ സ്പെഷ്യൽ മോരുകറി, പിന്നെ കോളിഫ്ലവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഗൈസ്, പിന്നെ ഇത് മിൽക്ക് സർബത്ത്. ഇങ്ങനെ വിശക്കുമ്പോ അതെ ഞങ്ങളെടുത്ത് കുടിക്കും കഴിച്ചത്. ഒരാള് ഡയറ്റ് വെക്കണം, മിൽക്ക് സർബത്തൊക്കെ കുടിക്കൂട്ടോ കാര്യം. പാല് കുടിച്ചാൽ രാത്രി വല്ല ഉറക്കം വരും. മധുരട്ട പാല്. നമ്മൾ കിടക്കുന്നതിന്റെ 3 മണിക്കൂർ മുന്നേ പാല് കുടിച്ചാൽ നമുക്ക് നല്ല സുഖനിദ്ര കിട്ടും. പാല് കുടിക്കുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ഡയറ്റിന്റെ ഭാഗമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വെജിറ്റബിൾ ലോഡഡ് മാഗി. അതും പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും, അവർ രണ്ടുപേരും പിന്നെ ഹനിയും കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ മോരുകറിയും കഴിച്ചു ഗൈസ്. അപ്പം എൻ്റെ കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ടല്ല കേട്ടോ ടേസ്റ്റ്. അപ്പം പിന്നെ എന്തായിരുന്നു മാഗി, പിന്നെ സാധാ മാഗി. അപ്പോൾ ഗൈസ് ഇപ്പം സമയം 1:40 ആയി. ഇപ്പോഴാണ് ഗൈസ് കിടക്കാൻ പോകുന്നത്. ഉറക്കം ഇങ്ങനെ കണ്ണിലടിക്കുന്നുണ്ട്. പഠിക്കുമായിരുന്നു, എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ബിക്കോസ് 40 മാർക്സിൻ്റെ എക്സാമാണ്. അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.